നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഒരു റാപ്പർ വേടൻ ഇന്നുമുണ്ട്. ഉണ്ടായിരുന്നു എന്നല്ല ഇന്നുമുണ്ട്. ആ ഒരു റാപ്പർ വേടനെതിരെ ലൈംഗിക കേസുകളും ഒന്നിനു പുറകെ ഒന്നായിട്ട് പല കേസുകൾ വന്ന സമയത്ത് ആ വേടനെ ചേർത്ത് പിടിച്ചത് ആരാണെന്നുള്ള ഒരൊറ്റ ചോദ്യം മതി ഈ നാട്ടിലെ ദളിത് വിഭാഗത്തിനോട് ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്ന ആ ഒരു സമീപനം, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്ന അവരോടുള്ള കരുതൽ എത്രത്തോളമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ട. ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴും ഒന്നിനു പുറകെ ഒന്നായി പല വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഒരു ബലത്തോടു കൂടി വന്നിരുന്ന കേസുകളാണെങ്കിൽ പോലും ആ കേസുകളെയൊക്കെ എങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചാൽ ആ കേസുകളെയൊക്കെ എങ്ങനെയാണ് കണ്ടതെന്നും അതിനുവേണ്ടി സ്വീകരിച്ച നിലപാട് എന്താണെന്നും ഒക്കെ നമുക്കറിയാം. അപ്പോൾ പുതിയൊരു സർക്കാർ വന്ന സമയത്ത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെ എന്തും ചെയ്ത് കളയാം, ഒരു തെണ്ടികളും ചോദിക്കാൻ വരില്ല, ഈ പട്ടികളെ തൊട്ട് കഴിഞ്ഞാൽ ഒരു പട്ടികളും ചോദിക്കാൻ വരില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം, അല്ല അങ്ങനെ ഒരു ചിന്താഗതി, ആ ചിന്താഗതിയിൽ കൂടി തന്നെ ആയിരിക്കണം പാരിയത്തുകാവിലെ ആ പാവപ്പെട്ട